കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ സൗഭാഗ്യവും അതോടെ തന്നെ ഭർത്താവും ഉണ്ട് ഈ വേർപിരിഞ്ഞു എന്നുള്ള രീതിയിലുള്ള ന്യൂസാണ് ഭയങ്കരമായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത്. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവരുണ്ടെങ്കിൽ കുറേ പെറ്റ്സിനെയൊക്കെ വളർത്തുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഒരുപാട് മൃഗങ്ങളെ ഇതാണ് കൊണ്ടുപോയി വളർത്തുന്നുണ്ട്. ഇതിനെ തുടർന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് വന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടുന്നുണ്ടായിരുന്നു. ഇവരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സൗഭാഗ്യ ബുദ്ധിമുട്ടിക്കുകയാണ്, ഭർത്താവ് എന്തോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അമ്മയോട് ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനത്തുള്ള ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, കല്യാണം കഴിച്ച് വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ മൊത്തം കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ സൗഭാഗ്യമാണ് നോക്കുന്നത്, എല്ലാ മൃഗങ്ങളുടെ കാര്യം ഉണ്ടെങ്കിൽ സൗഭാഗ്യം എന്നെ നോക്കണം, ഇത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, എന്തിനാണ് ഇങ്ങനെയൊക്കെ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്, കുറച്ച് കഴിയുമ്പോൾ എന്തായിരുന്നാലും ശരി ഇത് അടിച്ചു പിഴിഞ്ഞ് പോകുമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് മറുപടി എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ സൗഭാഗ്യവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഈ പെറ്റ്സിനെയൊക്കെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മൃഗങ്ങളെയൊക്കെ വാങ്ങുന്നത് ഞങ്ങൾ രണ്ടുപേരും സമൂഹത്തോടെയാണ്, അതല്ലാതെ ഒരാളുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് അത് മറ്റൊരാളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നതൊന്നുമല്ല, ഞങ്ങൾ രണ്ടുപേരും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്, അതല്ലാതെ ഇത് കണക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരുപാട് പേരുണ്ടെങ്കിൽ ഞങ്ങളെന്തോ വലിയ പ്രശ്നത്തിലാണ് അല്ലെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അടിച്ചു പിരിയുന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും ഇല്ല, എല്ലാ കാര്യങ്ങളും ഞങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്, അതല്ലാതെ വേറെ ഒന്നുമില്ല. ഒരുപാട് പേര് ഇത് കണക്ക് മോശമായിട്ടുള്ള കമൻസൊക്കെ ഇടുന്നുണ്ട്, അത് തനിക്കൊന്നും പ്രശ്നമില്ല എന്നുള്ള രീതിയിലായിരുന്നു സൗഭാഗ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.